എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ മാണി കാപ്പൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ വി ഡി സതീശൻ പാലായി വന്നങ്ങ് പ്രസംഗിച്ച് കത്തിക്കേറിയപ്പം പാലക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ പ്രാവശ്യം ഇദ്ദേഹത്തെ ഇവിടുന്ന് അങ്ങ് ജയിപ്പിച്ച് വിട്ടാൽ ഇദ്ദേഹം വെറുതെ ഒരു MLA ആയിട്ടായിരിക്കുകയല്ല ഇങ്ങോട്ട് വരുന്നത്. പാലക്കാരും കേട്ടു നിന്നവരും ഒക്കെ വിചാരിച്ചു ജയിച്ചു കഴിഞ്ഞാൽ മാണി കാപ്പൻ ഒരു മന്ത്രിയായിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് കേട്ടോ. ഈ പലവട്ടം ജയിച്ചതുകൊണ്ട് ഈ പ്രാവശ്യം അദ്ദേഹം ഒരു മന്ത്രിയായിരിക്കും. മന്ത്രി ആയിക്കഴിഞ്ഞാൽ അത് നാടിന് വലിയ ഗുണമുണ്ടാകും, പാലാ മണ്ഡലത്തിന് വലിയ ഗുണമുണ്ടാകുമെന്ന് ഞാനും വിചാരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനോട് ചോദിക്കട്ടെ, താങ്കൾ മുഖ്യമന്ത്രി ആയിട്ട് പോലും പാലക്കാരോട് പരസ്യമായി പറഞ്ഞ വാക്ക് താങ്കൾ എന്തുകൊണ്ട് പാലിച്ചില്ല? താങ്കളുടെ വാക്കിന് ഇത്രയും വിലയെ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ? താങ്കളുടെ വാക്കും പഴയ ചാക്കും എന്ന് പറയുന്നത് പോലെയാണോ ഈ കാര്യങ്ങൾ? MLA അല്ലാതെ എന്ത് വാഗ്ദാനമാണ്, എന്ത് പദവിയാണ് താങ്കൾ അദ്ദേഹത്തിന് നൽകിയത്? ഇനി മാണി കാപ്പനോട് പറയട്ടെ, മന്ത്രിയോ പദവിയോ ഒക്കെ കിട്ടിയാൽ അതുകൊണ്ടുള്ള ഗുണമൊക്കെ താങ്കൾക്ക് സ്വന്തമാണ്. പാലായിലെ ജനം വിചാരിച്ചത് ഞങ്ങൾക്കൊരു മന്ത്രിയെ കിട്ടിയാൽ അതിൻ്റെ ഗുണം ഈ മണ്ഡലത്തിനുണ്ടാകും എന്നാണ് പാലക്കാർ വിചാരിച്ചത്. മാണി കാപ്പനോട് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. വെറും ഒരു MLA അല്ലാതെ പവറുള്ള പോസ്റ്റിൽ ഒരു മന്ത്രിയോ അതുപോലെ എന്തെങ്കിലും ഒരു പവറുള്ള പോസ്റ്റിൽ താങ്കളെ ആക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കൾ ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിൽ താങ്കളെ അങ്ങനെ ആക്കാത്ത സ്ഥിതിക്ക് മണ്ഡലത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ ഒരു വലിയ തുക താങ്കൾ ഡിമാൻഡ് വെച്ച് വാങ്ങണം. എന്നിട്ട് കിട്ടുന്ന തുക മുഴുവൻ കൊണ്ട് ഇലവീഴാപ്പൂഞ്ചിറയെ തള്ളിയേ പോരാ. ഇലവീഴാപ്പൂഞ്ചിറയിൽ നല്ല ഡീസൻറ്റ് റോഡ് കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഞങ്ങളെല്ലാം സ്ഥിരമായിട്ട് ഇലവീഴാപ്പൂഞ്ചിറയിലോട്ട് പോകുന്നുണ്ടോ? അല്ല ഇല്ലിക്കലിലോട്ട് പോകുന്നുണ്ടോ? കഴിഞ്ഞ 5 വർഷം കൊണ്ട് 250 കോടി രൂപയുടെ താഴെയുള്ള വികസനമൊക്കെ താങ്കൾ ചെയ്തിട്ടുണ്ടെന്ന് അത് ജനത്തെ അറിയിച്ചത് ഞങ്ങളാണ്. അങ്ങനെ ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്കെതിരെ അന്ന് വിവിധങ്ങളായ ആരോപണങ്ങൾ, നിങ്ങൾ വായ പൊളയ്ക്കുന്നത് നിയമസഭയെ വായ്ക്കോട്ട വിടാൻ വേണ്ടിയാണ്, നിങ്ങൾ എഴുന്നേൽക്കുന്നത് മുണ്ട് പറിച്ചു കുത്താനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ചാനലുകാരും നിങ്ങൾക്കെതിരെ വന്നപ്പോൾ നിങ്ങൾക്ക് 10% പോലും ഹാജരവിടെ ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ വിവരാവകാശങ്ങൾ എടുത്ത് ജനങ്ങളെ അറിയിക്കാൻ ഞങ്ങളെ ഉണ്ടായിരുന്നല്ലോ. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവോ? അതുകൊണ്ട് അന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഫണ്ട് വന്നാലും പാലാ ടൗണിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കുകയില്ല. നിങ്ങൾ ചെയ്യാൻ ഇറങ്ങുമ്പോഴത്തേനും ജോസ് കെ മാണിയും കൂട്ടരും നിങ്ങളെ ഓടിച്ചിട്ട് ബലാത്സംഗം ചെയ്യാൻ വരിക. അതുകൊണ്ട് പാലാ ടൗണിൽ ഒന്നും ചെയ്യാതെ നിങ്ങൾ മല കയറിപ്പോയി. ഈ പ്രാവശ്യം ജോസ് കെ മാണിയുടെ കൈവശം ഉണ്ടായിരുന്ന മന്ത്രി റോഷിയെയും വാസവനെയും ഒക്കെ ജനങ്ങൾ ഓടിച്ച് വയറിളക്കി വിട്ടിട്ടുണ്ട്. ഇനി അവരെ സംബന്ധിച്ച് നിയമസഭ കാണാൻ അവർ കയറി വരികയില്ല. കാണണമെങ്കിൽ അവർക്ക് ഇനി പാസ് എടുക്കേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്ന മിക്കവാറും ജീവിതകാലം മുഴുവൻ കേരള നിയമസഭ കാണണമെങ്കിൽ ഈ പറഞ്ഞവരൊക്കെ പാസ് എടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് താങ്കൾ മുഖ്യമന്ത്രിയോട് മണ്ഡലത്തിലെ ആവശ്യങ്ങൾ ശക്തമായി അവതരിപ്പിച്ചിട്ട് ആവശ്യമായ ഫണ്ട് ചോദിച്ചു കൊണ്ടുവരണം. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. താങ്കൾ അടുത്ത പ്രാവശ്യം മത്സരിക്കുന്നില്ലെന്നൊരു അഡ്വാൻസ് ജാമ്യം എടുത്തത് കൊണ്ട് ഇനി മത്സരിക്കുന്നില്ല, അതുകൊണ്ട് ഉണ്ടായിട്ടേക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ പറയുന്നത് പാലക്കാരുടെ 5 വർഷം നിങ്ങൾ കൊണ്ടുപോയി കളയരുത്. ചില കാര്യങ്ങൾ പറയാം. മരിയൻ സെൻറ്ററിൻ്റെ വാതക്കൽ അരിവാള് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു റോഡിൻ്റെ ബാക്കി. അത് ഈ പ്രാവശ്യം ഈ ആദ്യത്തെ വർഷം തന്നെ അത് ഒന്ന് നൂർത്ത് നാട്ടുകാർക്ക് കൊടുക്കണം. ആ റോഡ് അറിയാമല്ലോ, അത് നൂർത്ത് നാട്ടുകാർക്ക് കൊടുക്കണം. അത് ജോസ് തടഞ്ഞെന്നോ റോഷി തടഞ്ഞെന്നോ വാസവൻ തടഞ്ഞെന്നോ ഒന്നും ഒരു ന്യായവും ഇനി പറയരുത്. ഇത് പാലാ ബൈപ്പാസിലൂടെ പോകുന്ന എല്ലാവരുടെയും ആഗ്രഹമായി ഈ റോഡ് നേരെയാക്കുക എന്നുള്ളത്. അത് ഈ പ്രാവശ്യം കൃത്യമായിട്ട് ഫണ്ട് കൊണ്ടുവന്ന് അത് നേരെയാക്കി തരണം. 10-20 കോടി വേണ്ടി വരും. വേണമെങ്കിൽ അത് മുടക്കി അത് കൊണ്ടുവന്ന് ഈ പ്രാവശ്യം അത് ശരിയാക്കി തന്നേ മതിയാവും. അതുപോലെ ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒരു മാതിരി മറ്റേ രീതിയിലാണ് പോകുന്നത്, വളഞ്ഞ്. ആ ബൈപ്പാസിനകത്ത് തന്നെ സിവിൽ സ്റ്റേഷൻ്റെ ആ ബാക്ക് വശമുള്ള ഒരു ട്രാഫിക് ക്രോസ് ഉണ്ട്. അതായത് രാമപുരത്തിനും പാലാ ടൗണിലോട്ടും നേരെ കോട്ടയത്തിനും ഈ കിഴതറിയൂർ പള്ളിയുടെ അങ്ങോട്ടൊക്കെ തിരിയുന്നിടത്തെ ആ ക്രോസ് എന്ന് പറയുന്നത് ഒരു തരത്തിലും മനുഷ്യൻ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞങ്ങോട്ട് ചെന്നിട്ട് പിന്നെ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഇച്ചിരി ഡ്രൈവിങ് പരിചയക്കുറവുള്ളവരൊക്കെ വന്ന് അവിടെ കിടന്ന് പെടാപ്പാട് വിടുക. ആ സംവിധാനം ഒന്ന് നോർക്കണം. അവിടെ ഒരു കെട്ടിടം, ആ മൂലയ്ക്ക് ഒരു കെട്ടിടം ഇങ്ങനെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ സ്വന്തക്കാരൻ്റെ കെട്ടിടമാണെന്നാണ് പറയുന്നത്. ആരുടെ കെട്ടിടമാണെങ്കിലും വേണ്ടിയല്ല, നാട്ടുകാരുടെ സൗകര്യത്തിന് ആ കെട്ടിടത്തിൻ്റെ ഒന്നെങ്കിൽ ആ കെട്ടിടത്തിന് കംപ്ലീറ്റ് പൈസ കൊടുക്കണം. എന്നിട്ട് അത് പൊളിച്ച് ദൂരോട്ട് കളഞ്ഞിട്ട് ആ വഴി അങ്ങോട്ട് എടുക്കണം. കോടതി പോയാൽ തന്നെ അത് പറഞ്ഞ് തീർത്ത് അതിന് തീരുമാനം ഉണ്ടാക്കണം.
സ്വന്തക്കാരനായതുകൊണ്ട് അയാൾക്ക് വിട്ടുവീഴ്ച ഒന്നും ചെയ്തു കൊടുക്കരുത്. നാട്ടുകാരുടെ ആവശ്യം ഇത് മുൻ തലമുറ അല്ല വരുന്ന തലമുറയ്ക്കുള്ള ആവശ്യം അത് ചെയ്തു തരണം, നിർബന്ധം അത്. അതുപോലെ മൂന്നാനിയിലും പനക്കപ്പാലത്തും കൊട്ടാരമറ്റത്തും ഒക്കെ വെള്ളം കയറി ബ്ലോക്കാകുന്ന 4 മഴ പെയ്താൽ പാലാ ടൗൺ അന്നേരം ബ്ലോക്കാണ്. അന്നേരം ആൾക്കാർ വിളിച്ചു ചോദിക്കുക പാലായിൽ കൂടെ വരാമോ? ഇല്ല, മീൻ പിടിക്കാനേ പറ്റുള്ളൂ. ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടേ മതിയാവും. അതുപോലെ ആറിൻ്റെ സൈഡിൽ കൂടെ ഒരു റോഡ് കൊണ്ടുപോകുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 6 കെട്ടി ഒതുക്കി പാലായിൽ ഈ വെള്ളം പൊങ്ങുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാ. എന്നാൽ പോലും അതിൻ്റെ ഭാഗം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ബാക്കി ഭാഗം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പരിപാടികൾ തീർത്ത് അത് ഉദ്ഘാടനം ചെയ്യണം, നീണ്ടുപോകരുത്. അതുപോലെ പണ്ടാര വടങ്ങാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലണ്ടൻ ബ്രിഡ്ജ്, ആ കോപ്പ് പൊളിച്ച് ആക്രിക്കാർക്ക് കൊടുക്കണം. പറ്റുമെങ്കിൽ അതിനൊരു പുതിയ എസ്റ്റിമേറ്റ് എടുക്കണം. അത് എത്ര കോടി അതിൻ്റെ പുറകിൽ അടിച്ചിട്ടുണ്ടോ നിവന്മാർ, അതിൻ്റെ കണക്ക് വെളി കൊണ്ടുവരണം. എസ്റ്റിമേറ്റ് എടുക്കുക മാത്രമല്ല, ഒരു വിജിലൻസ് കേസ് കൂടി ഇടാം. അങ്ങനെ കേസിട്ടിട്ട് ഇതിൻ്റെ പുറകിൽ കളിച്ചവന്മാരെ, പൈസ ഉണ്ടാക്കിയവന്മാരെ രക്ഷിച്ചാൽ പോരാ, അതിൻ്റെ പണം അടിച്ചുകൊണ്ട് പോയവന്മാരെ നിയമപരമായി ശിക്ഷിക്കണം. ഉത്തരവാദികളിൽ നിന്ന് അതിൻ്റെ പണം തിരിച്ചു പിടിക്കണം. ഇനി അതിൻ്റെ അപ്പുറത്തൊരു കണ്ണാടി കൂടിരിപ്പുണ്ട്. അതൊക്കെ എന്നാത്തിനാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ഒരു പിടിയില്ല. ഇനി ഇതുപോലെ വേറൊരു സാധനമുണ്ട്, കളരിയാമാക്കപ്പാലം. അപ്പുറത്ത് റോഡില്ലാതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എത്ര കാലമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുക? അതിൻ്റെ എസ്റ്റിമേറ്റ് എത്രയാണ്, അതിൻ്റെ പ്ലാനിലെ അളവ് എത്രയാണ്, ഇതെല്ലാം ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. അതിൻ്റെ വൃത്തികേട് കാണിച്ചവന്മാരെ ശിക്ഷിക്കുകയും വേണം, ആ സംവിധാനം റെഡിയാക്കുകയും വേണം. അതുപോലെ നിങ്ങൾ ഇലക്ഷൻ്റെ സമയത്തൊക്കെ പറഞ്ഞതാ പനക്കപ്പാലത്ത് വരെ ബോട്ട് വരും. ഞാൻ പറയുന്നത് പനക്കപ്പാലത്ത് ബോട്ടും കപ്പലും ഒന്നും വരണ്ട. ആ ആറ്റി കിടക്കുന്ന വേസ്റ്റ് കൃത്യമായിട്ടൊന്ന് വാരി വൃത്തിയാക്കിയിട്ടാൽ വളരെ നല്ലതായിരുന്നു. ആ കളരിയാമാക്കപ്പാലത്തിൻ്റെ കീഴിലൊക്കെ ലോഡും പടി വേസ്റ്റ് കിടപ്പുണ്ട്. അതുപോലെ പാലാ ടൗണിൽ നിരന്തരമായി ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കിന് ശാശ്വത പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ഇനി അടുത്തത്, കൊണകേരള യാത്രയുമായിട്ട് ഒരു ബസ് വന്നു, ഒരു തീട്ടവണ്ടി, കക്കൂസ് ബസ്. അത് കയറ്റാനായിട്ട് ആ പാലായി സ്റ്റേഡിയത്തിനകത്തുണ്ടായിരുന്ന ആ സിന്തറ്റിക് ട്രാക്ക് മുഴുവൻ തൊലിച്ചിട്ടിരിക്കുക അവിടെ. അത് പൊളിച്ചവന്മാരിൽ നിന്ന് അതിൻ്റെ നഷ്ടം ഈടാക്കണം, എന്നിട്ട് ട്രാക്ക് പുനർനിർമ്മിക്കണം. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ്. അതിനാണ് നിങ്ങളെ MLA ആക്കിയേക്കുന്നത്, അല്ലാതെ പിയൂണിനെ വരെ സാറേന്ന് വിളിക്കാനല്ല. ഈ വർഷങ്ങളായി ആടിനെ പ്ലാവില കാണിക്കുന്നത് പോലെയായി നാട്ടുകാരെ, പ്രത്യേകിച്ച് ഈ പാലാക്കാരെ പാലായിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പറഞ്ഞു പറ്റിച്ചത്. അത് മാറ്റിയിട്ട് ഈ 5 വർഷം യഥാർത്ഥത്തിലുള്ള വികസനം പാലായി കൊണ്ടുവരണം. താങ്കൾ പ്രതിപക്ഷ MLA ആയിരുന്നപ്പോൾ 250 കോടി കൊണ്ടുവന്ന് ചെയ്ത ആളാണ്. താങ്കൾക്ക് ഭരണപക്ഷത്തിരിക്കുമ്പം 2500 കോടി കൊണ്ടുവന്ന് വികസിപ്പിച്ചാൽ മതിയാവും. പിന്നെ ഞാനിത് പറയുമ്പോൾ ചിലർ കമൻ്റ് എഴുതും, സകല വികസനവും കഴിഞ്ഞു നിൽക്കുന്ന പൂഞ്ഞാർ എന്ന രാജ്യത്ത് നിന്ന് ദിവസവും പാല എന്ന രാജ്യത്തൂടെ കടന്നു പോകുന്നവനെന്നാണ് എനിക്കെതിരെ ചിലർ കമൻ്റ് എഴുതുന്നത്. എന്നാലും ഞാനത് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ രാജ്യം പൂഞ്ഞാറ് സകല വികസനം കഴിഞ്ഞ് നിൽക്കുന്നതാണല്ലോ. എന്നാലും ആ രാജ്യത്ത് നിന്ന് താങ്കളുടെ രാജ്യത്തൂടെ കടന്നു പോകുന്ന ഒരു പൗരൻ എന്ന രീതിയിൽ ഞാൻ പറയുന്നു, ഈ പ്രാവശ്യം കിട്ടുന്ന പണം മുഴുവൻ ഇല്ലിക്കക്കല്ലിലും ഇലവീഴ പൂഞ്ചിറയിലും കൊണ്ടുപോയി ചിലവാക്കിയിട്ട് ഇവിടെ ഒന്നും ചിലവാക്കാൻ അവസരം ഉണ്ടായില്ല എന്ന് മേലി പറയരുത്. ഇപ്പോൾ ആവശ്യത്തിന് അധികാരം കയ്യിലുണ്ടല്ലോ, ആ അധികാരം ഉപയോഗിക്കണം. നല്ല മഴ പെയ്താൽ ബ്ലോക്ക് ആകുന്ന നഗരമാണ് പാല എന്ന പേര് ദോഷം മാറ്റണം. നഗരത്തിൽ ചെയ്യുന്നതോടൊപ്പം ഗ്രാമങ്ങളിലും നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം, അവരെ ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആവശ്യമായ ഫണ്ട് മേടിച്ചെടുത്ത് ഇടയ്ക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വായിലോട്ടും പിന്നെ രാഷ്ട്രീയക്കാരൻ്റെ വായിലോട്ടും തള്ളാതെ നാട്ടുകാർക്ക് ഗുണമായിട്ട് അത് തീർക്കണം. ഇനി അടുത്തത്, പാലായിലും പാലായ്ക്ക് ചുറ്റുവട്ടത്തുമുള്ള മിഷൻ പ്രൈവറ്റ് ആശുപത്രികൾ നാട്ടുകാരൻ്റെ കിഡ്നിയും വരിയെടുക്കുന്ന സ്ഥലങ്ങളാണ്. ജനത്തിന് തന്നെ ഒരു പരിഹാരം, ആകെ പരിഹാരമുള്ളത് പാലായിലുള്ള താലൂക്ക് ആശുപത്രി മാത്രമാണ്. ഈ ആശുപത്രി ഭരിക്കുന്നത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ പാലാ മുനിസിപ്പാലിറ്റിയാണ്. അവിടെയാണ്ടേ UDFൻ്റെ അടി തീർന്നിട്ട് ഒരു കാര്യവും നടക്കുകയില്ല. UDF എന്ന് പറഞ്ഞാൽ തന്നെ അധികാരത്തിനും സുഖത്തിനും പണത്തിനും പെണ്ണിനും വേണ്ടി അടി കൂടുന്നവരുടെ ഫ്രണ്ടാണെന്ന്, അന്നാണ് അതിൻ്റെ നിർവചനം എന്ന് മലയാളിക്കെല്ലാം അറിയാം. താങ്കൾ UDFൻ്റെ MLA ആണല്ലോ, താങ്കൾക്കറിയാവോ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു കുണുവാവ ഭരിച്ചു മുടിച്ച് നശിപ്പിച്ച് നാരായണക്കല്ലടിപ്പിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കുണുവാവ ഇവിടെ വന്നിരിക്കുന്നത്. താങ്കൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് അതിന് കൃത്യമായ പരിഹാരം ഉണ്ടാക്കണം. താങ്കൾ UDFൻ്റെ MLA അല്ലേ, ഇതിനെല്ലാം വരെ നിർത്തണം. ഒന്നാമത് ചുമ്മാതെ മൊട്ടയെന്ന് വിരിയാത്ത പിള്ളേരെ എല്ലാം പിടിച്ച് അങ്ങോട്ട് ഇരുത്തി. ആദ്യത്തെ 4 ദിവസം ഇതിൻ്റെ ആ വലിയ രസമെല്ലാം പോയി കഴിയുമ്പോൾ അല്ലേ വിവരം അറിയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പാലായിലെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ തന്നെ ഈ വനത്തിലെ ഗജപോക്രികളെ പോലത്തെ സാധനങ്ങളാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇതുപോലെയുള്ള കൊച്ചു പിള്ളേരെ കൊണ്ട് നടക്കുകയില്ല. പിൻവാതിൽ ഡ്രൈവിംഗാണ് നടക്കുന്നതെന്ന് സകല മനുഷ്യർക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന സകല മലയാളിക്കും അറിയാം. മുനിസിപ്പാലിറ്റിയെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത്, ഒന്നാമത് ഈ മാണി കോൺഗ്രസ് UDFിൽ ഇല്ലാത്തപ്പം
ആദ്യമായിട്ട് കിട്ടിയതാണ് ഭരണം. ഈ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകാനും MLA എന്ന രീതിയിൽ UDFൻ്റെ MLA എന്ന രീതിയിൽ താങ്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ പ്രാവശ്യം പാലാ മണ്ഡലം മുഴുവൻ മാന്യമായ തുകയുടെ വികസനം കൊണ്ടുവന്ന്, ഫണ്ട് കൊണ്ടുവന്ന്, അത് ഉദ്യോഗസ്ഥന്മാരുടെ വായിലോട്ട് തള്ളിപ്പോകാതെ, രാഷ്ട്രീയക്കാരൻ്റെ വായിലോട്ട് തള്ളിപ്പോകാതെ മാന്യമായിട്ട് കാര്യങ്ങൾ നടക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.